എപ്പോഴും ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകുന്നത് റായ്ബറേലി എന്നത് കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയാണ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം 1952 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ 3 തവണ കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പോലും ആ ടേം എന്നത് വളരെ കുറവായിരുന്നു. ഏതാണ്ട് 5-6 വർഷത്തിൽ താഴെ മാത്രമാണ് ഈ 3 തവണ എതിരാളികൾ വിജയിച്ചുവെങ്കിലും ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. മനു, അതെ, ഒന്ന് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ഒരു സാഹചര്യമാണല്ലോ. നമുക്കറിയാം അന്ന് ഈ 71-ലെ തെരഞ്ഞെടുപ്പ് അന്ന് അവിടെ മത്സരിച്ച ജനതാദൾ സ്ഥാനാർത്ഥി രാജ് നരൈൻ ഇന്ദിരാഗാന്ധി വലിയ തോതിൽ സർക്കാർ സംവിധാനങ്ങൾ അതുപോലെ പണം ഒക്കെ വിനിയോഗിച്ചാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. സ്ഥാനാർത്ഥി ഉദ്യോഗസ്ഥരെയും ഒക്കെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നൊക്കെ കാണിച്ച് അദ്ദേഹം ഒരു കേസ് കൊടുത്തത് വളരെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സുപ്രധാനമായൊരു സംഭവം അതിലുണ്ടായി. അതിനെ തുടർന്ന് ആ കേസിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി വന്നു, അലഹബാദ് ഹൈക്കോടതിയുടേത്. തുടർന്ന് ആ കേസിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് തൻ്റെ പരാജയത്തിന് ഒരു ബദലായാണ് ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തത് എന്ന ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. ഏതായാലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഈ രാജ് നരൈനെയും ഒപ്പം തന്നെ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, JP മൊറാർജി തുടങ്ങിയ എല്ലാ ആളുകളെയും പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പിടിച്ചകത്തിടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി. അതാണ് ഒരു വലിയ ഒരു തിരിച്ചടി കോൺഗ്രസിന് ആദ്യമായി കിട്ടുന്നത്. പിന്നീട് 2 തവണ അശോക് സിംഗ് എന്ന BJPയുടെ സ്ഥാനാർത്ഥി അവിടെ 96-ലും 98-ലും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം